അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എല്ലാവർക്കും അറിയാം, ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. ഒരു കാരണമുണ്ട്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജോലിയുടെ ഭാഗമായിട്ട് അബുദാബിയിലാണ്. നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ എൻ്റെ ക്ലെയിം ടൂൾസും ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ അബുദാബി വന്നിട്ട് നമ്മളെ ചാനലൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെമുന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ടെമു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഓൺലൈൻ സ്റ്റോറാണ്. എനിക്ക് നിറയെ സ്റ്റോറിനെ പറ്റി അറിയാൻ, നൂണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ടെമുവിൽ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും കുറേ ഓഫറുകൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ടെമു എടുക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ഉള്ള കേട്ടോ. എനിക്ക് പ്രൊമോഷൻ കിട്ടാതൊക്കെ വിധത്തിലുള്ള വളർച്ചയൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ അകത്തെ പ്രൊഡക്ട്സ് ജെന്യൂൻ ആണോ എന്നൊന്ന് നോക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ടെമുന്ന് സാധനം എടുത്തത്. അപ്പോൾ മാത്രമല്ല, എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ചീപ്പായിട്ട് സാധനം മേടിക്കാനും പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇവിടുന്ന് ഓർഡർ ചെയ്തത്. അപ്പം ഒന്ന് ട്രൈയും ചെയ്യാം, നിങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യാം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് ടെമുന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കത് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ പാക്കേജ് ഒന്ന് കീറി മുറിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോട്രി ടൂൾസാണ്. ഞാനൊരു കുറച്ച് ടൂൾസ് ഓർഡർ ചെയ്തിരുന്നു. എൻ്റെ ഒന്നുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ടൂൾസ് ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് എയർ ഡ്രൈ ക്ലേ. ഞാൻ കുറച്ച് എയർ ഡ്രൈ ക്ലേയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് എയർ ഡ്രൈ ക്ലേ മേടിച്ചു. ഇതിൻ്റെ എല്ലാം പ്രൈസിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നൊരു നൈഫാണ്, പെൻ നൈഫ്. പിന്നെ ഇതും കുറച്ച് ക്ലേ ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നെയിൽ ആർട്ടിനുള്ളതാണ്. നമുക്ക് ക്ലേ മോഡലിങ്ങിന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതാണ് നമ്മുടെ പെൻ ടാബ്ലറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സ്കൾപ്റ്റിംഗ് ആണ്. അപ്പം കുറച്ച് ഡിജിറ്റൽ സ്കൾപ്റ്റിങ്ങിലോട്ടുകൂടെ ഇറങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ സ്കൾപ്റ്റിംഗ് വീഡിയോസ് ഇടണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേടിച്ചതാണ്. അപ്പം പുതിയൊരു മേഖലയാണ് നമ്മുടെ ക്ലേ മോഡലിങ്ങിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഡിജിറ്റൽ ആർട്ടിലോട്ടൂടെ കയറാൻ പോകണം. അതിൻ്റെ ഭാഗമായിട്ട് മേടിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള വീഡിയോസിന് സപ്പോർട്ട് വേണം. അപ്പം അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പം മുൻപോട്ടുള്ള വീഡിയോസിൽ ഇനിയും ഡിജിറ്റൽ സ്കൾപ്റ്റിംഗ് കൂടെ ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, സപ്പോർട്ട് വേണം. ഇത് നമ്മുടെ പെൻ ടൂൾസാണ്, പെൻ നൈഫ്. അപ്പം 3 കളർ പെൻ നൈഫ്, കുറച്ച് ബ്ലേഡ്സും ഉണ്ട്. നമുക്കറിയാം ഇത് എൻ്റെ നാട്ടിലുണ്ട്. പിന്നെ ഇവിടെ ഒന്നുകൂടെ മേടിക്കേണ്ടി വന്നു, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നമുക്കത് മാറ്റി വെക്കാം. കുഴപ്പമില്ല, ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഒരു പോട്രി ടൂളാണ്. ഇതിനകത്ത് 11 ടൂൾസാണുള്ളത്. ഇത് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, പോട്രി ടൂൾസ്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 കളർ ക്ലേ ആണ്. അതും ക്ലേ ആണ്, ഇന്ന് വേറെ ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഇതെന്ന് പറയുന്നൊരു ഓഫർ പോലായിരുന്നു കേട്ടോ. ഈ ഓഫറിനകത്തെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇത്ര AED സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഓഫർ കിട്ടത്തുള്ളായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ക്ലേയുടെ അങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ മേടിച്ച ക്ലേ ആണിത്. ഓക്കെ, ഇത് മാറ്റി വെക്കാം. നമ്മുടെ മെയിൻ ഐറ്റമാണിത്.
ഇതെന്ന് പറയുന്നത് ഒരു പെൻ ടാബ്ലറ്റാണ്. നമ്മുടെ ചാനൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ഭാഗമായിട്ട് മേടിച്ചതാണ്. അപ്പം ഇനി മുന്നോട്ട് നമുക്ക് ഡിജിറ്റൽ സ്കൾപ്റ്റിങ്ങിലൂടെ കടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു പെൻ ടാബ്ലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആയിരിക്കും മെയിൻ റിവ്യൂ. കാരണം ഒരു ഇലക്ട്രോണിക് സാധനം എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻ റിവ്യൂ വരുന്നത്. ഇത്രയാണ് നമ്മുടെ പ്രോഡക്ട്സ്. നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് എല്ലാം കൂടെ ടോട്ടൽ 65 AD ആയി കേട്ടോ. 65 AD ആയിട്ടുണ്ട്. എല്ലാം അൺബോക്സ് ചെയ്യുന്നില്ല കേട്ടോ. ക്ലേയുടെയൊക്കെ റിവ്യൂ വീഡിയോസ് നമുക്ക് പിന്നീട് ക്ലേ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻ ടാബ്ലറ്റ് Zennex P1640. ഓക്കെ, പെൻ ടാബ്ലറ്റ് ഗ്രാഫിക്സ് ടാബ്ലറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് പോസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്കിത് മുറിച്ച് പുറത്തെടുക്കാം. ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ കവറുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. ഇതിലൊരു QR കോഡൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഗ്രാഫിക്സ് മറ്റേ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള QR കോഡാണത്. പിന്നെ നമ്മുടെ ഗ്രാഫിക്സ് ടാബ്ലറ്റ് തന്നെയാണ് പിന്നെ ഉള്ളത്. സിയാൻ കളർ ഗ്രാഫിക്സ് ടാബ്ലറ്റാണ് കേട്ടോ. ഇതിന് ഈ ഒരു കളറേ ഉള്ളെന്ന് തോന്നുന്നു. മാറ്റി വെക്കാം. ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇതൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അതിൻ്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന്. ഇതിനകത്തായിരിക്കും നമ്മുടെ പെന്നും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ബോക്സിനകത്തായിരിക്കും. നമ്മുടെ പെന്ന്, അതിൻ്റെ USB കേബിള്, പിന്നെ കുറേ നിബ്സ് ഉണ്ട്. എനിക്കൊന്ന് പിന്നെ ഒരു OTG ഇതുണ്ട്. B2C. നമ്മുടെ പെന്നൊന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കേബിളും ഓക്കെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് ടാബ്ലറ്റ്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് ഒരു ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കിത് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. നല്ല ഫിനിഷിംഗ് ആണ്. ആ ഒരു സ്ക്രീൻ പോർഷൻ വരുന്നത് നല്ല രസമുണ്ട്. കീസൊക്കെ ഓക്കെയാണ്. പക്ഷെ പ്ലാസ്റ്റിക് ഒരു ചീപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്.
ബാക്കിയൊക്കെ ഓക്കെയാണ്. സി ടൈപ്പാണ്. ഓക്കെ, നമുക്കപ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് ടാബ്ലറ്റിൻ്റെ പെന്ന്. കീസൊക്കെ നല്ല ഓക്കെയാണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ USB കേബിളാണ്. അപ്പം ഇത് വയർലെസ് അല്ല, പക്ഷേ വയർലെസ് അല്ലാത്തതാണെന്നൊന്നും നല്ലത്, കാരണം ലേറ്റൻസിയെക്കുറിച്ചൊന്നും ബോദർ ചെയ്യേണ്ട. ഓക്കെ, ഇപ്പോൾ ഇത് കണക്ട് ചെയ്താണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. നമുക്കിത് പ്ലഗ് ഇൻ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ പെൻ ടാബ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനൊരു സ്ക്രീൻ ഏരിയ സൈസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്രയും പോർഷനിൽ നമുക്ക് പെന്ന് ഓടിക്കാം എന്നുള്ളതാണത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് കീസാണ്. നമുക്ക് ഷോർട്ട് കീസ് അസൈൻ ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കീസ് അസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പെൻ സെറ്റിങ്സിലും പെന്നിൻ്റെ ആ 2 ബട്ടൺ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഷോർട്ട് കീസ് അസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ മോഡാണ്, അതെനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ആദ്യമേ മിനിമൈസ് ചെയ്ത് പോവാം. ഓക്കെ, നമ്മുടെ ബ്ലെൻഡർ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലെൻഡർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്. എക്സം ഓൺ ആക്കി. ഓക്കെ, ഇതെല്ലാം ഇത് തന്നെ മൗസല്ല, നമ്മുടെ പെൻ ടാബ്ലറ്റിൽ തന്നെയാണ് കേട്ടോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പറയുക. എനിക്കിത് ബിഗിനർ ഇതായതുകൊണ്ട് കുറച്ച് പാടായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ സംഭവം കൊള്ളാം, ഐറ്റം കൊള്ളാം, തരക്കേടില്ല. ഫോർ ദ പ്രൈസ് ഗുഡ്. ലാസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരൊറ്റ വിഷയമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി ക്ലേയും കാര്യങ്ങളുമൊക്കെ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലേ മോഡലിംഗ് ചെയ്യുന്ന വീഡിയോസിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം പുതിയ കുറച്ച് വീഡിയോസുമായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.